Hi all, my name is Angelet and welcome to Study Table. Today we are going to discuss all the activity cards of basic science. In the basic science in the part of activity cards learning excellence record partly continue. The second part is complete activity cards and so 11 to 30 is section okay. So, ഇവിടെ activity card 11 നമ്മൾ കാണുന്ന along with motion എന്ന ചാപ്റ്ററിന്റെ activity card ആണ്. Okay. So, ഇവിടെ നോക്കിക്കേ a football player kicks the ball on the ground. ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ പ്ലെയർ ബോളിനെ കിക്ക് ചെയ്യുമ്പോൾ അതിനെ കിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? We can move objects at rest by applying force. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തുവിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നു? അവിടെ മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അതിനെ മൂവ് ചെയ്യാൻ കഴിയും. The batsman hits a straight ball. നേരെ വരുന്ന ഒരു ബോളിനെ ബാറ്റ്സ്മാൻ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? To change the direction of motion of the object. നമുക്ക് എന്ത് ചെയ്യാം? ആ ബോൾ പോകുന്ന ദിശ നമുക്ക് മാറ്റാൻ കഴിയും ഫോഴ്സ് ഉപയോഗിച്ച് അല്ലേ? അടുത്ത ഇവിടെ നോക്കിയ ബണ്ട് ബിൽഡ് അക്രോസ് ദ റിവർ. ഒരു ബണ്ട് റിവറിന് അക്രോസ് ബിൽഡ് ചെയ്യും. ഒരു ബണ്ട് നിർമ്മിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലത്തെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് അല്ലേ അവിടെ ചെയ്യുന്നത്. വി ക്യാൻ ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓഫ് എ ബോഡി ടു എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. നമ്മൾ അതിനെ റെസ്റ്റിലാക്കിയാണ് അല്ലേ ഫോഴ്സ് അപ്ലൈ ചെയ്ത്. ഇനി നോക്കി a cart pushed by one person and pulled by another simultaneously. ഒരു കാർട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തിയും തള്ളിയും ചെയ്യും. അപ്പോൾ എന്താ നടക്കുന്നത്? യെസ്, ഇതിന്റെ മോഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ, അതിന്റെ സ്പീഡ് കൂട്ടുകയാണ്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 11 തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഡൗൺ മോർ സിറ്റുവേഷൻ ഫ്രം എവറിഡേ ലൈഫ് where the state of an object changes when such force is applied. അതായത് നമ്മൾ ദിവസവും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഓക്കെ, പല കാര്യങ്ങളും നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വസ്തുക്കൾ എന്ത് മാറ്റം നമ്മുടെ നടക്കാറുണ്ട്, പല മാറ്റങ്ങൾ നടക്കാറുണ്ട് ഫോഴ്സ് അപ്ലൈ ചെയ്ത് അല്ലേ. സോ അതിലൊരു ഉദാഹരണമാണ് മോഷൻ ഓഫ് എ സ്വിംഗ് മെഷീൻ. യെസ്, നമ്മൾ തയ്യൽ മെഷീൻ അതിൻ്റെ ഉദാഹരണമാണ്. റൊട്ടേഷൻ ഓഫ് എ ടോപ്പ്, ഒരു പമ്പരം കറങ്ങുന്നത്, അതൊക്കെ ഫോഴ്സ് ഉപയോഗിച്ച് നടക്കുന്നത് അല്ലേ. മോഷൻ ഓഫ് എ സ്വിംഗ്, ഊഞ്ഞാലാടുന്നതൊക്കെ എന്താണ്? ഫോഴ്സ് ഉപയോഗിച്ചാണ്. മോഷൻ ഓഫ് എ റൊട്ടേറ്റിംഗ് ചെയർ, കറങ്ങുന്ന കസേരയിൽ ഇരിക്കുന്നത് എന്ത് തന്നെ ഉപയോഗിക്കുന്നത്? ഫോഴ്സ് ഉപയോഗിക്കുമ്പോഴാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ടുപേര് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ട് തരത്തിലാണ്. ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലോട്ട് ആ സ്ലോപ്പ് കയറി പോകാൻ വളരെയധികം ഫോഴ്സ് ഉപയോഗിക്കുക അല്ലേ, അത് പുഷ് ചെയ്യുകയാണ്. ഓക്കെ, സോ നമ്മൾ എന്താ കാണുന്നത്? അപ്ലൈങ് ഫോഴ്സ് ഫോർ മൂവിങ് എ ഹാൻഡ് ക്രാഫ്റ്റ്. ആ ഹാൻഡ് ക്രാഫ്റ്റ് മൂവ് ചെയ്യാൻ, ഉന്തുവണ്ടി മൂവ് ചെയ്യാൻ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെയോ ആ ഫോഴ്സ് എന്തിനാ അപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ബലം പിടിക്കുന്നുണ്ട്, പക്ഷെ ആ ഉന്തുവണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാനാണ് അല്ലെ. ഇത് സ്ലോപ്പ് ഇറങ്ങിയാണ്. സ്ലോപ്പ് ഇറങ്ങുമ്പം ഒരുപാട് ബലം കൊടുക്കണോ? ബലം കൊടുക്കുന്ന എന്തിനാണ്? അതിന്റെ സ്പീഡ് കുറയ്ക്കാനാണ് അല്ലെ, ടു റെഡ്യൂസ് ദ സ്പീഡ് ഓഫ് ഹാൻഡ് ക്രാഫ്റ്റ്. അപ്പം രണ്ടിടത്തും ബലം കൊടുക്കുന്നുണ്ട്, പക്ഷെ രണ്ടിടത്തും രണ്ട് കാര്യങ്ങൾക്കാണ് ബലം കൊടുക്കുന്നത്, രണ്ട് കാരണമാണ് അല്ലെ. ആക്ടിവിറ്റി കാർഡ് 12 നമുക്ക് കൊടുത്തിരിക്കുന്നത് പലതരത്തിലുള്ള മോഷൻസ് ഉണ്ട്. നമ്മൾ ഈ ചാപ്റ്ററെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഞാൻ സ്റ്റാൻഡേർഡ് 6 ബേസിക് സയൻസ് നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഓരോ ചാപ്റ്ററും അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഓരോ ചാപ്റ്റേഴ്സും ഞാൻ എക്സ്പ്ലനേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ഉണ്ട്, അതിനോടൊപ്പം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാത് ചാപ്റ്ററിന്റെ അതാത് വീഡിയോ എടുത്ത് യെസ് നിങ്ങൾക്ക് ആ പാർട്ട് എടുത്ത് കാണാം കേട്ടോ. സോ ഇത് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് റിവിഷൻ പോലെ പറഞ്ഞു തീർക്കുന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, പലതരത്തിലുള്ള മോഷൻ ഉണ്ട്. ഇതെന്താ നടക്കുന്നത്? ഇവിടെ ടോപ്പ് എന്താ ചെയ്യുന്നത്? റൊട്ടേഷൻ ആണ് നടക്കുന്നത് അല്ലെ, കറങ്ങുകയാണല്ലേ ചെയ്യുന്നത്. റോക്കറ്റ് എങ്ങനെ പോകുന്നത്? നേരെയല്ലേ പോകുന്നത്. സോ അത് ലീനിയർ മോഷൻ ആണ്. നേരെ പോകുന്ന മോഷൻ എന്താണ്? ലീനിയർ മോഷൻ. സ്വിംഗ്, ഊഞ്ഞാലാടുന്നത് എങ്ങനെയാണ്? ഓക്സിലേഷൻ, ടു ആൻഡ് ഫ്രോ അല്ലെ, മുമ്പോട്ടും പുറമോട്ടും ഒരേപോലെ ഇങ്ങനെ പോകുന്നു. സോ അത് ഓക്സിലേഷൻ മോഷൻ ആണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ടോയ് ട്രെയിൻ ഇൻ പാർക്കിലുള്ള ടോയ് ട്രെയിൻ അത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കറങ്ങുകയാണ് അല്ലെ, വൃത്തത്തിൽ ഇങ്ങനെ കറങ്ങുകയല്ലേ. വൈബ്രേഷൻ മോഷൻ അല്ലേ ഇവിടെ നടക്കുന്നത്. ഫോർക്കില് യെസ് വൈബ്രേഷൻ നടക്കുന്നു. അടുത്ത റൊട്ടേറ്റിംഗ് ഫാൻ എങ്ങനെ കറങ്ങുന്നത്? റൊട്ടേഷൻ ആൻഡ് മോഷൻ ആണ്. ആക്ടിവിറ്റി കാർഡ് 13 നമുക്ക് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ, ചെണ്ടയും വീണയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ വൈബ്രേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ എങ്ങനെയാ സൗണ്ട് ഉണ്ടാകുന്നത്? വൈബ്രേഷനിലൂടെയാണ്. ഓക്കെ, സോ മോഷൻ ഓഫ് മെമ്പറൈൻ, അതിൽ മെമ്പറൈനിലെ മോഷൻ എന്താണ് നടക്കുന്നത്? ആ മോഷൻ ഉള്ളത് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സിനുണ്ട്? തബലയും ചെണ്ടയും മൃദംഗത്തിലൊക്കെ എന്താ നടക്കുന്നത്? മെമ്പറൈൻ, അതായത് ഇതിന്റെ പുറത്ത് കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിനാണ് മെമ്പറൈൻ എന്ന് പറയുന്നത്. അതിലുള്ള ഒരു മോഷൻ, അതിലുള്ള വൈബ്രേഷൻ കാരണമാണ് നമ്മൾ സൗണ്ട് കേൾക്കുന്നത് അല്ലേ. സോ അത് ഏതൊക്കെയാണ്? തബലയ്ക്കും ചെണ്ടയ്ക്കും മൃദംഗത്തിനുമാണ് എന്തുള്ളത്? മെമ്പറൈനിലെ മോഷൻ കേൾക്കുന്നത്. അതുപോലെ സ്ട്രിങ്, അതായത് കമ്പികളുടെ മോഷൻ, ശബ്ദം കേൾക്കുന്നത് എവിടെയാണ്? കമ്പികളുള്ളത് ഗിറ്റാർ, വയലിൻ, വീണയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിക്കേ, ആക്ടിവിറ്റി കാർഡ് 14 നമുക്ക്
ഗിയറിനെ കുറിച്ചാണുള്ളത്. ഓക്കെ, ഗിയർ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യം. ഓക്കെ, സോ ഇവിടെ എ ബി സി 3 ഗിയർ ഉണ്ട്. ഓക്കെ, ഇവിടെ പറയുന്നത് വെൻ ടേണിംഗ് എ ടു ദ റൈറ്റ് ബി, അതായത് എ വലത്തോട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ബിക്ക് എന്താ സംഭവിക്കുന്നത്? യെസ്, ബി ടേൺസ് ലെഫ്റ്റ്, ബി ഇടത്തോട്ട് തിരിയുക ചെയ്യുന്നത് അല്ലേ. ഇനി ടേണിംഗ് എ ടു ദ ലെഫ്റ്റ്, എ ഇടത്തോട്ട് തിരിയുകയാണെങ്കിൽ ബി എന്ത് സംഭവിക്കും? ബി വലത്തോട്ട് തിരിയും. ഓക്കെ, നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, വെൻ ടേണിംഗ് സി ടു ദ ലെഫ്റ്റ്, അതായത് സി ഇടത്തോട്ട് തിരിയുമ്പോൾ എക്ക് എന്താ സംഭവിക്കുന്നത്? എയും ലെഫ്റ്റിലോട്ട് തിരിയുന്നു. അതുപോലെ സി എയിലോട്ട് തിരിക്കുമ്പോഴോ റൈറ്റിലോട്ട് തിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? യെസ്, എ റൈറ്റിലോട്ട് തിരിയുന്നു. ഓക്കെ, അത് നിങ്ങൾ പതിയെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ആ കൈ നിങ്ങൾ ഫിംഗർ വെച്ച് ഇങ്ങനെ നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആക്ടിവിറ്റി കാർഡ് 15 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? വീണ്ടും ഗിയറിനെ കുറിച്ചാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗിയറിന്റെ സൈസിന് വലിപ്പം വരും. അതായത് വലിയ ഗിയർ ഉണ്ട്, ചെറിയ ഗിയർ, പലതരത്തിലുള്ള ഗിയർ ഉണ്ട് അല്ലെ. പല സാധനങ്ങളിലും പല വസ്തുക്കളിലും യെസ് അതിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗിയറുകളാണ് വെക്കുന്നത്. ഓക്കെ, സോ ഗിയറും അതിന്റെ സ്പീഡും ബന്ധമാണുള്ളത്. നമുക്ക് എന്ത് പറയാം? സൈസും സ്പീഡും ഗിയറിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? അവർക്ക് ബന്ധമുണ്ട്, അവർ ഇന്റർ റിലേറ്റഡ് ആണ്. കാരണം എന്താ? ഗിയറിന്റെ സൈസ് കൂടുന്തോറും അതിന്റെ സ്പീഡ് കുറയും. ഓക്കെ, അതുപോലെ when the size of the gear decreases, the speed of its movement increases. ഗിയറിന്റെ സൈസ് കുറയുമ്പോൾ അതിന്റെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ സ്പീഡ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മറ്റേതിന് എന്താ സംഭവിക്കുന്നത്? അതായത് എ റൊട്ടേറ്റിംഗ് വൺസ്, എ ഒരു വട്ടം ഇങ്ങനെ കറങ്ങുമ്പോൾ ബി എത്ര വട്ടം കറങ്ങുന്നത്? ബി 2 വട്ടം കറങ്ങുന്നു. ഇനി എ ഒരു വട്ടം കറങ്ങുമ്പോൾ സി എത്ര വട്ടം കറങ്ങും? സി 4 വട്ടം കറങ്ങും. സി ഏറ്റവും ചെറിയ ഗിയറാണ്, കണ്ടോ? അപ്പൊ സ്പീഡ് കൂടുതലാണ്. ഓക്കെ, ഇനി സി റൊട്ടേറ്റിംഗ് വൺ, സി ഒറ്റ വട്ടം കറങ്ങുമ്പോൾ എ എത്ര കറങ്ങും? 4-ൽ 1 വട്ടം മാത്രമേ എ കറങ്ങത്തുള്ളൂ. ഓക്കെ, കാരണം ഏറ്റവും വലിയ ഗിയർ അല്ലേ. അപ്പം കുറച്ച് സ്പീഡേ ആർക്ക് കാണുള്ളൂ? എക്ക് കാണുള്ളൂ. അപ്പൊ 4-ൽ 1 കറങ്ങുള്ളൂ. ഇനി സി ഒരു വട്ടം കറങ്ങും, ബി എത്ര കറങ്ങും? 2-ൽ 1 കറങ്ങുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? സൈസ്, ഗിയറിന്റെ സൈസും അതിന്റെ സ്പീഡിന്റെ മൂവ്മെന്റും തമ്മിൽ ബന്ധമുണ്ട്. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് 16 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? യെസ്, പലതരത്തിലുള്ള ഓരോ മെഷീനിലും എന്താ വെച്ചിരിക്കുന്നത്? ഓരോ തരത്തിലുള്ള ഗിയറുകളാണ് വെച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ മെഷീൻ പാർട്സ് ദാറ്റ് എക്സ്റ്റെൻഡ് ദ മൂവ്മെന്റ് ഇൻ ദം ടു അതർ പാർട്സ്. അതായത് ഏതൊക്കെ പാർട്സ് ഉള്ളത്? കാറിൽ ആക്സിൽ ആണുള്ളത്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ മില്ലിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? അവിടെ ബെൽറ്റ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പോയിട്ടുണ്ടെങ്കിൽ കണ്ടു കാണും അല്ലെ. മെഷീനിൽ, തയ്യൽ മെഷീനിൽ എന്തുണ്ട്? ബെൽറ്റ് ഉണ്ട്. ഓക്കെ, സോ ബെൽറ്റിലൂടെയാണ് ആ ഫുൾ യന്ത്രം ആവശ്യത്തിന് ചലിക്കുന്നത്. അതുപോലെ സൈക്കിൾ ചലിക്കണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? ചെയിൻ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും സൈക്കിളിലെ പല പാർട്സ് യോജിപ്പിക്കുന്നത് അല്ലേ. ഇനി ക്ലോക്കിൽ ഗിയേഴ്സ് ഉണ്ട്. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് 17 നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? യെസ്, നൂൺ മെനു ആണ്. അതായത് ഫുഡ് ഫോർ ഹെൽത്ത് എന്ന ചാപ്റ്ററിലെയാണ് അല്ലെ. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിച്ച ചാപ്റ്ററാണ്. സോ എന്താണ് ന്യൂൺ മെനു? ന്യൂൺ മീൻ മെനു എന്ന് പറഞ്ഞാൽ ഉച്ചഭക്ഷണത്തിലെ മെനു ആണ് കൊടുത്തിരിക്കുന്നത്, മൺഡേ തൊട്ടുള്ള ഫ്രൈഡേ തൊട്ടുള്ള. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചഭക്ഷണം, അതുപോലെ ഈവനിങ് സ്നാക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ഓരോ ആഹാരത്തിൽ എന്തൊക്കെ ന്യൂട്രിയൻസ്, എന്തൊക്കെ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ് നൽകുന്നത്? കാർബോഹൈഡ്രേറ്റ് എനർജി നൽകുന്നു, പ്രോട്ടീൻ ബോഡി ഗ്രോത്തിനും, ഫാറ്റ് നമുക്ക് ഊർജത്തിനും, വിറ്റമിൻസ് നമുക്ക് ഫോർ ഗുഡ് ഹെൽത്ത് ആൻഡ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, സോ നമുക്കൊരു ബാലൻസ് ഡയറ്റ് വേണമെങ്കിൽ എന്ത് വേണം? യെസ്, നമുക്ക് കറക്റ്റ് അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ടിവിറ്റി കാർഡ് 17 എന്താ കൊടുത്തിരിക്കുന്നത്? ഇവാലുവേറ്റ് ദ അബവ് ടേബിൾ ആൻഡ് റൈറ്റ് എ ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ഡയറ്റ് ദാറ്റ് വൺ ഷുഡ് ഫോളോ ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അതായത് ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ എങ്ങനത്തെ ഡയറ്റാ ഫോളോ ചെയ്യേണ്ടത്? യെസ്, ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇറ്റ് ഈസ് നെസസറി ടു ഇൻക്ലൂഡ് ഫുഡ് which contain carbohydrate, protein, fats and vitamins in our diet. അതായത് ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ ഫുഡിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും വിറ്റമിനും ഒക്കെ അടങ്ങിയ പോഷകമുള്ള ആഹാരം വേണം നമ്മൾ കഴിക്കാൻ. ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ഇസ് റിക്വയർഡ് ഫോർ ഗുഡ് ഹെൽത്ത്. അതായത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്ത് കിട്ടുകയുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ആഴ്ചത്തേക്കുള്ള ഫുഡ് ചാർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരാഴ്ചത്തെ മൺഡേ തൊട്ട് സൺഡേ വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഒരു എക്സാമ്പിൾ തയ്യാറാക്കാം. ഓക്കെ, സോ നിങ്ങളിത് ഒന്ന് പോസ് ചെയ്ത് എഴുതിയെടുക്കാം. ഓക്കെ,
ആക്ടിവിറ്റി കാർഡ് 18 കൊടുത്തിരിക്കുന്നത് എന്താണ്? യെസ്, ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു പിക്ചർ ആണ് അല്ലെ? നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, നല്ല വൃത്തിയായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? സോ ഇത് വിറ്റമിൻസിന്റെ കാര്യമാണ് അല്ലെ? വിറ്റമിൻ ഏതൊക്കെയുണ്ട്? A, B, C, D, E, K, ഇത്രയും വിറ്റമിൻസ് ഉണ്ട് അല്ലെ? സോ അവർക്ക് ഒരു പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഓക്കെ, സോ ഓൾ വിറ്റമിൻസ് ആർ വാട്ടർ സോല്യൂബിൾ. എല്ലാ വിറ്റമിൻസും വെള്ളത്തിൽ ലയിക്കുന്നതാണോ? നോ, ഫോൾസ് ആണ്. നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്യണം. ഞാനിവിടെ സ്റ്റാറാണ് കൊടുത്തിരിക്കുന്നത്, ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി ഗെറ്റ് ഓൾ ദ വിറ്റമിൻസ് വി നീഡ് ഫ്രം ദ ഫുഡ് വി ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് എല്ലാ ആവശ്യമുള്ള വിറ്റമിൻസും കിട്ടുന്നുണ്ട്. ഗൂസ്ബെറി ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്, ടീത്ത് ആൻഡ് ഗം. അതായത് നെല്ലിക്ക നമ്മുടെ പല്ലിനും മോണയ്ക്കും അതുപോലെ സ്കിന്നിനും തൊലിക്കൊക്കെ നല്ലതാണ്. ആണോ? യെസ്, ട്രൂ ആണ് അല്ലേ? ഫോർ ഐ ഹെൽത്ത് ഈറ്റ് ഡയറ്റ് റിച്ച് ഇൻ ക്യാരറ്റ്, പീ ലീവ്സ് ആൻഡ് മുരിങ്ങ ലീവ്സ്. അതായത് കണ്ണിന്റെ കാഴ്ചശക്തി, അതിന്റെ ആരോഗ്യത്തിന് നമ്മൾ ക്യാരറ്റും മുരിങ്ങയിലേക്ക് കഴിക്കണം. കറക്റ്റ് ആണോ? യെസ്, ഇതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ, അവിടെ നിങ്ങൾ നോക്കിയെടുത്താൽ മതി. പിന്നെന്താ? എയും ഇയും ഡിയും കെയും വിറ്റമിനും വാട്ടർ സോല്യൂബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബിയും സിയും ഫാറ്റിൽ ലയിക്കുന്നതാണെന്ന്, കൊഴുപ്പിൽ. സത്യമാണോ? അല്ലത് തെറ്റാണ്. ഓക്കെ, സോ നമുക്ക് ഇതിലെ നെക്സ്റ്റ് ആക്ടിവിറ്റി കാർഡ് 19 കൊടുത്തിരിക്കുന്നത് എന്തെന്നറിയാമോ? ഇതിന് തന്നെ കാര്യങ്ങളാണ്. അതായത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് എറർ പറ്റിയത്, തെറ്റ് സംഭവിച്ചത്? 1 ഉം 4 ആണ് അല്ലേ? സോ അത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സോറി, 1 ഉം 5 ഉം ആണ് അല്ലേ? സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അതിന് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 എന്താ തെറ്റിരിക്കുന്നത്? എല്ലാ വിറ്റമിൻസും വാട്ടർ സോല്യൂബിൾ ആണോ? അല്ല, ആർ നോട്ട് വാട്ടർ സോല്യൂബിൾ. ചിലത് എന്താണ്? ഫാറ്റ് സോല്യൂബിൾ ആണ്, നമ്മൾ കണ്ടു അല്ലേ? സോ അഞ്ചാമത്തെ നോക്കിക്കേ, അഞ്ചാമത്തിൽ എന്താ തെറ്റ്? എയും ഇയും ഡിയും കെയും ഫാറ്റ് സോല്യൂബിൾ ആണ്, ഫാറ്റിൽ അലിയുന്നവയാണ്. അതുപോലെ ബിയും സിയും ജലത്തിൽ അലിഞ്ഞു ചേരുന്നതാണ്. ഓക്കെ, ആക്ടിവിറ്റി കാർഡ് 20 എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്? മീനുവിന്റെ കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്, വെണ്ടയ്ക്കയുടെ കാര്യം. ഓക്കെ, സോ ഓയിലിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എക്സ്പെരിമെന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് എടുക്കണം. ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ ഇച്ചിരി ഓയിൽ ഒഴിക്കണം, ഇച്ചിരി എണ്ണ അല്പം അതിനകത്തിടണം. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പേപ്പർ എങ്ങനെ ഇരിക്കും? ഉണങ്ങിയതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ ആ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? പേപ്പറിൽ എപ്പോഴും ഓയിലിന്റെ അംശം കാണാം അല്ലെ? പേപ്പർ ഈസ് ഓയിലി. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ ഇച്ചിരി വെണ്ടയ്ക്ക എടുത്തിട്ട് വെണ്ടയ്ക്ക മുറിച്ചിട്ട് അതിങ്ങനെ തേക്കണം. ഓക്കെ, റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്തിട്ട് കുറച്ച് സമയം കൊണ്ട് ഉണങ്ങിയിട്ട് നിങ്ങൾ വീണ്ടും വന്ന് നോക്കണം. അപ്പോൾ അതിൽ ഓയിൽ കാണുമോ? ഇല്ല, ആ പേപ്പർ ഓയിലി അല്ലായിരിക്കും. ഓക്കെ, സോ ഇതിലെന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ചില സബ്സ്റ്റൻസുകളിൽ എന്തുണ്ട്? ഓയിൽ ഉണ്ട്, ചിലതിൽ ഫാറ്റ് ഇല്ല. ഫാറ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് യൂസ് ചെയ്യാം. സോ എന്തൊക്കെ വസ്തുക്കളിലാണ് ഫാറ്റ് ഉള്ളത്? പൂരിയിലും ചിപ്സിലും ചിക്കൻ ഫ്രൈയിലും ഒക്കെ എന്തുണ്ട്? ഫാറ്റ്സ് ഉണ്ട്. ഓക്കെ, ഫാറ്റ് ഇല്ലാത്തതോ? ക്യാരറ്റും കുക്കുംബറിലും ലെമണിലൊന്നും എന്തില്ല? ഫാറ്റ്, കൊഴുപ്പില്ല. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കും. പൂരി ഒരു പേപ്പറിൽ എടുത്ത് വെച്ച് നോക്കിയേ, ആ പേപ്പർ കുറച്ച് കഴിയുമ്പോഴും പേപ്പറിൽ എന്ത് കാണും? എണ്ണമയം കാണും അല്ലേ? സോ ഈ എക്സ്പെരിമെന്റിനോട് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? Rub any food items on a paper. If the paper is oily even after it is dried, we may conclude that the food contained fat. അതായത് നിങ്ങൾക്ക് ഏതൊരു ഫുഡ് ഐറ്റം എടുത്ത് നിങ്ങൾ പേപ്പറിൽ റബ്ബ് ചെയ്യുക. ഓക്കെ, റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പേപ്പർ ഓയിലി ആണെങ്കിൽ, അതിൽ എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ, ഉണങ്ങിയതിന് ശേഷവും എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഫുഡിൽ എന്ത് അടങ്ങിയിട്ടുണ്ട്? ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ആണ്. നോക്കിക്കേ, അടുത്ത എന്താ കൊടുത്തിരിക്കുന്നത്? ലുക്ക് അറ്റ് ദ മെറ്റീരിയൽസ് ഇൻ ഫുഡ് ആൻഡ് ഫംഗ്ഷൻ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ചിലതിൽ അയൺ ഉണ്ട്, ചിലതിൽ സോഡിയം, അയഡിൻ, കാൽഷ്യം, ഫോസ്ഫറസ് എന്നൊക്കെയുണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, മിനറൽസ് ഏതൊക്കെ തരത്തിലുള്ള മിനറൽസ് ആണുള്ളത്? അയണും കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം, അയഡിനും ഉണ്ട്. ഓക്കെ, ഇനി ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അഭാവത്തിൽ നമുക്ക് ഇതൊക്കെ കുറവ് ഉണ്ടാകുമ്പോൾ നമുക്ക് പല പല അസുഖങ്ങൾ വരും. അയൺ, ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? പെയിൽനെസ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ, കണ്ടോ? ഇവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്, കണ്ടില്ലേ? സോ കാൽഷ്യം, ഫോസ്ഫറസ് കുറയുമ്പം എന്ത് സംഭവിക്കും? ബോൺ ലോസ് ആവും. ഓക്കെ, അതുപോലെ സോഡിയം ഇല്ലെങ്കിലോ ഡീഹൈഡ്രേഷൻ നടക്കും. അയഡിൻ ഇല്ലെങ്കിൽ ഗോയിറ്റർ. ഇത് ഓരോ അസുഖങ്ങളുടെ ഓരോ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഓരോന്നിന്റെ അഭാവത്തിൽ, ഓരോന്നിന്റെ ഡെഫിഷ്യൻസി കാരണം പല അസുഖങ്ങൾ ബാധിച്ചേക്കാം. 21 നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റിനെ കുറിച്ചൊക്കെയാണ് കൊടുത്തത്. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ 5 questions ഫോർ യുവർ ഇന്റർവ്യൂ വിത്ത് ദ ഡോക്ടർ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? സ്കൂൾ ഹെൽത്ത് ക്ലബ്ബ് ഒരു സെമിനാർ നടത്താൻ തീരുമാനിക്കുന്നു. ഓക്കെ, ഫുഡ് ഡേക്ക്. സോ ഫുഡ് ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു ഡോക്ടർ വരുന്നു, ഡോക്ടറാണ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഫംഗ്ഷനിൽ. ഡോക്ടറിനോട് നിങ്ങൾ ഒരു 5 ചോദ്യം ചോദിക്കുക. ഓക്കെ, ഫുഡിനെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ചൊക്കെ. ഫുഡ് ഡേ അല്ലേ? സോ നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിക്കാവുന്നത്? ഇത് നിങ്ങൾ തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ആ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ഇത് റെഡിയാക്കി എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് റെഫർ ചെയ്താൽ മതി.
സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കൊളുത്തുന്നേ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് വൺ നമുക്ക് കൊടുത്തിരിക്കുന്നത് എന്താ, ലിവിങ് ഇൻ ഹാർമണി എന്ന ചാപ്റ്ററിലെ നമുക്ക് ആക്ടിവിറ്റി കാർഡ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഇവിടെ നോക്കിയേ നിങ്ങൾ, നമുക്ക് പറയുന്നത് പോണ്ട്, അതായത് കുളത്തിൽ എന്തൊക്കെയുണ്ട്, പല ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. മീന്, ഫിഷിന് ജീവിക്കാൻ, മത്സ്യത്തിന് ജീവിക്കാൻ പല ഘടകങ്ങളുണ്ട്. ഓക്കെ. സോ ഇവിടെ നമുക്ക് എന്താ കൊടുത്തിരിക്കുന്നത്, അക്വാട്ടിക് പ്ലാന്റ്സ് അതിലൊരു ഘടകമാണ്. എന്തെല്ലാം ഘടകങ്ങൾ കാരണമാണ് ജലത്തിൽ മത്സ്യം ജീവിക്കുന്നത്? അതിലെ മണ്ണ്, വെള്ളം, വായു, പിന്നെ ചെറിയ ജീവികൾ, സൂക്ഷ്മജീവികൾ കാണും, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ഈ ഘടകങ്ങളെല്ലാം ആവശ്യമുണ്ട് ആർക്ക്? യെസ്, കുളത്തിൽ ജീവിക്കുന്ന മീനുകൾക്ക്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിനെ തരംതിരിക്കാൻ, ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സും, ഓക്കെ, ജൈവ ഘടകങ്ങളും അജൈവ ഘടകങ്ങളുമായിട്ട് തരംതിരിക്കണം. സോ ലിവിങ്, അതായത് ജീവനുള്ള വസ്തുക്കളാണ് ബയോട്ടിക്. ജീവനുള്ളത് ആരൊക്കെയാണ്? അക്വാട്ടിക് പ്ലാന്റ്സ്, അതായത് എന്തിലാ, അക്വാട്ടിക് എന്ന് പറയുമ്പോൾ ജലത്തിലുള്ള സസ്യങ്ങൾ. ഓക്കെ. അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ക്രീച്ചേഴ്സ് ഒക്കെ ജീവനുള്ളതാണ്. ഓക്കെ. അതുപോലെ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ, എയറും, സോയിൽ, സൺലൈറ്റ്, ടെമ്പറേച്ചർ, ഇതൊക്കെ ജീവനുള്ളതാണോ? ജീവനില്ലാത്ത അജൈവ ഘടകങ്ങളാണ്. ഓക്കെ. ആക്ടിവിറ്റി കാർഡ് 23 കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഈ പിക്ചർ ഒന്ന് നോക്കിയേ. ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ കൊക്കും മീനും പിന്നെ എന്താ ഡ്രാഗൺ ഫ്ലൈ, തുമ്പികളും അതുപോലെ പാമ്പും തവള എല്ലാം ഉണ്ട്. ഓക്കെ. സോ പിക്ചർ നിങ്ങൾ പോസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം ഇവിടെ കൊക്ക് ഏതൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് ആശ്രയിക്കുന്നത്, ഏതൊക്കെ എബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് ആശ്രയിക്കുന്നത്? സോ എബയോട്ടിക് ഫാക്ടേഴ്സ് ഏകദേശം എല്ലാവരും ഒരേ ഫാക്ടേഴ്സ് തന്നെയാണ്. എല്ലാവർക്കും മണ്ണും വായുവും പിന്നെന്താ ജലവും സൂര്യപ്രകാശവും ചൂടും എല്ലാവർക്കും ആവശ്യമുള്ള കാര്യം അല്ലേ. സോ ഇതിന് മാത്രം ചെറിയ വ്യത്യാസങ്ങൾ കാണും. സോ നിങ്ങളത് എഴുതിയെടുക്കാം. ക്രെയിൻ, കൊക്കിന് എന്തൊക്കെ വേണം? യെസ്, കൊക്കിന് ചെറു മീനുകളെയും അതുപോലെ തവളകളെയൊക്കെ വേണം അല്ലേ. മീനുകൾക്ക് എന്ത് വേണം? കൊച്ചു കുഞ്ഞു ജീവികളെയോ അല്ലെങ്കിൽ യെസ് അക്വാട്ടിക് പ്ലാന്റ്സിന് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ട്. സോ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണുള്ളത്. ഇനി ഇക്കോസിസ്റ്റം, പലതരത്തിലുള്ള ഇക്കോസിസ്റ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? സേക്രഡ് ഗ്രോവ്സ്, കാവുകളുണ്ട്, ഫീൽഡ്, വയലുകളുണ്ട്, പോണ്ട്, കുളങ്ങളുണ്ട്, തടാകങ്ങൾ, ലേക്കും ഉണ്ട് അല്ലേ. സോ പലതരത്തിലുള്ള ഇക്കോസിസ്റ്റം നമുക്ക് ചുറ്റുപാടും ഉണ്ട്. 24 കൊടുത്തിരിക്കുന്നത് നോക്കിയേ. യെസ്, ഇതൊക്കെ നമുക്ക് സൂപ്പർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ എത്ര നല്ല രീതിയിൽ പഠിച്ചത്, ഫുഡ് ചെയിൻ അല്ലേ. സോ ഇവിടെ ഏറ്റവും ആദ്യമേ ആരാ വരുന്നത്? ഗ്രാസിനെ ആര് കഴിക്കുന്നു? ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ ഈഗിൾ കഴിക്കുന്നു. ഓക്കെ. 25 എന്താ കൊടുത്തിരിക്കുന്നത്? ഈ പിക്ചേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. റൈറ്റ് അബൌട്ട് ദ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഓൺ നേച്ചർ. മനുഷ്യർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് പ്രകൃതിയിൽ? എന്തൊക്കെയാ? യെസ്, ഡീഫോറസ്റ്റേഷൻ, മരം കട്ട് ചെയ്ത് മാറ്റുന്നു. ഫില്ലിംഗ് അപ്പ് ഓഫ് പോൺസ്, നോക്കിക്കേ, കുളം നിറയ്ക്കുന്നു. അതുപോലെ ഫില്ലിംഗ് അപ്പ് ഓഫ് പാഡി ഫീൽഡ്സ്, വയലുകൾ നികത്തുന്നു. ലെവലിംഗ് ഓഫ് ഹിൽസ്, അതായത് കുന്നുകൾ നികത്തുന്നു അല്ലേ. സോ ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് അബൌട്ട് ദ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഓൺ നേച്ചർ എഫക്ട് ദ എക്കോസിസ്റ്റം. അതെങ്ങനെ എക്കോസിസ്റ്റത്തെ ബാധിക്കുന്നത്? നമുക്കറിയാലോ, ഈ ചെടികളും ഈ സസ്യങ്ങളും മൃഗങ്ങളും ചെറുജീവികളും എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുന്നതാണ് എന്ത്? ബയോഡൈവേഴ്സിറ്റി അല്ലേ. സോ ഇങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ, ഡീഫോറസ്റ്റേഷനും ഹണ്ടിങ്ങും പൊല്യൂഷൻ, ഇതൊക്കെ പല ഇക്കോസിസ്റ്റത്തെ ബാധിക്കും. എന്തൊക്കെ ഇക്കോസിസ്റ്റം നമ്മൾ കഴിഞ്ഞ ആ പാർട്ടിൽ കണ്ടു? എന്തൊക്കെ ഇക്കോസിസ്റ്റം ഉണ്ട്? കാവുകള്, യെസ്, പോണ്ട്, വയലുകള്, ഇതിനെല്ലാം എന്ത് ബാധിക്കും? ഈ സംഭവങ്ങളെല്ലാം ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. സോ നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ത്? ഇതിനെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ. ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ദ ലിവിംഗ് ബീയിങ്സ് ഹാവ് നോ എക്സിസ്റ്റൻസ് വിതൗട്ട് ഇന്റർഡിപെൻഡൻസ്. അതായത് നമ്മളുടെ നിലനിൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? യെസ്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം അല്ലേ. നമ്മുടെ മാത്രം കാര്യം നോക്കാൻ പാടില്ല, എല്ലാവരുടെയും കാര്യം ഒരേപോലെ പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓക്കെ. സോ ഇന്റർഡിപെൻഡൻസ് ആവശ്യമാണ്. ആക്ടിവിറ്റി കാർഡ് 26 നമുക്ക് വീണ്ടും എന്താ കൊടുത്തിരിക്കുന്നത്? ഇവിടെ പാഡി ഫീൽഡ്, വയൽ നികത്തുകയാണ്. ഓക്കെ. നെല്ലിന്റെ കണ്ടം നികത്തുക. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? നെല്ലിന്റെ കണ്ടം നികത്തുമ്പോൾ അവിടെ ഏതൊക്കെ ഓർഗാനിസത്തിനാണ്, ഏതൊക്കെ ജീവികൾക്കാണ് അവിടെ എഫക്റ്റ് ആവുന്നത്? യെസ്, പാഡി ഫീൽഡ് നമ്മൾ മണ്ണിട്ട് നികത്തുമ്പോൾ അവിടെയുള്ള അക്വാട്ടിക് ഓർഗാനിസംസ്, അതായത് അവിടെ വെള്ളത്തിലൊക്കെ ഉള്ള കൊച്ചു ജീവികളുടെ ജീവൻ നഷ്ടപ്പെടും അല്ലേ. അതുപോലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഫുഡായിരിക്കും നഷ്ടപ്പെടുന്നത്. അതായത് കൊക്കിനും താറാവിനും പിന്നെന്താ കിങ് ഫിഷ് എന്ന് പറയുമ്പോൾ എന്താണ്? പൊന്മാൻ അല്ലേ. പൊന്മാനും പിന്നെ കൊച്ചു പക്ഷികളൊക്കെ ഉണ്ട്. ഇവരൊക്കെ എവിടെ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്? ഈ വയലിൽ വന്നാണ് കഴിക്കുന്നത്. സോ അവർക്കെല്ലാം എന്ത് കുറയും? അവരുടെ ഭക്ഷണം, അവൈലബിലിറ്റി ഓഫ് ഫുഡ് കുറയും അല്ലേ. അതുപോലെ അവരെവിടെ നിന്നായിരിക്കും വെള്ളം കുടിക്കുന്നത്? അവരിവിടെ നിന്നായിരിക്കാം വെള്ളം കുടിക്കുന്നത്, വയലിൽ നിന്ന് അല്ലേ. അതും അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാകും. പിന്നെ ഫിഷും ഫ്രോഗും സ്നെയിലും ക്രാബും, അതായത് മീനുകൾക്കും തവളയ്ക്കും ഒച്ചിനും ഞണ്ടുകൾക്കും എല്ലാം അവരുടെ വാസസ്ഥലം, അവരുടെ ഹാബിറ്റാറ്റ് നഷ്ടമാകും ഇങ്ങനെ മണ്ണിട്ട് നികത്തുമ്പോൾ. ഓക്കെ.
27 നമുക്ക് കൊടുത്തിരിക്കുന്നത് യെസ് അട്രാക്ഷൻ ആൻഡ് റിപ്പൽഷൻ എന്ന ചാപ്റ്ററിലാണ് അല്ലേ? ആകർഷണവും വികർഷണവും. ഓക്കെ, സോ ഏതൊക്കെ ഇവിടെ നോക്കി നമുക്ക് റബ്ബർ പെൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? പിന്നും നെയിലും അയണും നീഡിലും കമ്പസും ബ്ലേഡും ഒക്കെ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യും. എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്യാത്തത്? പ്ലാസ്റ്റിക്കും റബ്ബറും പെന്നും പേപ്പറും കോപ്പർ വയറും. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതിനെ ടിക്ക് ചെയ്യുക. ഞാനിവിടെ സ്റ്റാർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ടിക്ക് ചെയ്യുക. മാഗ്നറ്റ് അട്രാക്ടിങ് സബ്സ്റ്റൻസ്, കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ എന്താ പറയുന്നത്? കാന്തിക വസ്തുക്കൾ അല്ലെ? മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഇനി ആകർഷിക്കാത്തതിന് എന്താ പറയുന്നത്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്കിവിടെ കുറെ മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, കുറെ കാന്തങ്ങൾ. ഇത് ഏതൊക്കെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? ഫസ്റ്റ് മാഗ്നറ്റ് ഏതാണ്? ബാർ മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ് അല്ലേ? പിന്നെയോ ആർക്കും റിങ്ങും യു മാഗ്നറ്റ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളിൽ എന്തടങ്ങിയിട്ടുണ്ട്? മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, സോ എന്തിലൊക്കെ മാഗ്നറ്റ് ഉള്ളത്? വാച്ചിലും ടെലിവിഷനിലും മൊബൈലിലും പിന്നെ സ്പീക്കറിലെ ഹെഡ്സെറ്റിലെ റേഡിയോയിലും എല്ലാത്തിലും എന്തുണ്ട്? വാച്ച് ഉണ്ട്. സോ ഏതെങ്കിലും 5 വസ്തുക്കളുടെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കി ഇവിടെ ഒരു എക്സ്പെരിമെന്റ് നടത്തി. ഒരു അയൺ ടെസ്റ്റ്, അതായത് ഇരുമ്പ് പൊടി അടുത്ത് എന്ത് കൊണ്ടുവന്നു? മാഗ്നറ്റ് കൊണ്ടുവന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അതായത് ഇരുമ്പ് പൊടി നിറഞ്ഞ മണ്ണ്, സാൻഡിൽ എന്തുണ്ട്? ഇരുമ്പ് പൊടിയുടെ അംശമുണ്ട്. അപ്പം മാഗ്നറ്റ് എങ്ങനെയായിരിക്കും ഇരുമ്പ് പൊടി അട്രാക്ട് ചെയ്യുന്നത്? ഇതിൽ ഏത് പിക്ചറാണ് ശരി? മാഗ്നറ്റിൽ എപ്പോഴും ഇരുമ്പ് പൊടി എവിടെ പിടിക്കുന്നത്? ഏറ്റവും കൂടുതൽ പിടിക്കുന്നത് എവിടെയായിരിക്കും? അതിന്റെ എൻഡ്സിലായിരിക്കും, അതിന്റെ അറ്റങ്ങളിലായിരിക്കും അല്ലേ? അതായത് പിക്ചർ സെക്കൻഡ് ഇമേജ് ആണ് നമ്മുടെ കറക്റ്റ്. ഈ ഒരു പിക്ചറാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് രണ്ടും തെറ്റായിട്ടുള്ളതാണ്. സോ നമുക്ക് അതിലൂടെ എന്ത് മനസ്സിലാക്കാം? ഏത് മാഗ്നറ്റ് എടുത്താലും, നമ്മളിപ്പോൾ കണ്ടല്ലോ ബാർ മാഗ്നറ്റ്, ഡിസ്ക് മാഗ്നറ്റ്, സിലിണ്ടറിക്കൽ മാഗ്നറ്റ്, ഏത് മാഗ്നറ്റ് എടുത്താലും അതിന്റെ പവർ കൂടുതൽ അതിന്റെ എൻസിലാണ്. ഓക്കെ, അതിന്റെ ധ്രുവങ്ങളിലാണ് പവർ കൂടുതൽ. അവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ. നെക്സ്റ്റ് വൺ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. എന്താ ഇവിടെ? നോർത്ത് സൗത്ത് നോർത്ത് അട്രാക്ട് ചെയ്യുമോ? ഇല്ല, കാരണം ഇത് രണ്ടും ഒരേപോലത്തെയാണ്. വെവ്വേറെ വരുന്നത് അട്രാക്ട് ചെയ്യും. ഈ സെക്കൻഡ് വൺ മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ അല്ലേ? നോർത്ത് സൗത്ത്. അപ്പം മാറി മാറി ഇരുന്നാലേ അത് അട്രാക്ട് ആവത്തുള്ളൂ. 13 എന്താ കൊടുത്തിരിക്കുന്നത്? നോർത്ത് പോളും ചെയ്യുമ്പോൾ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ നടക്കുന്നത്? റിപ്പൾഷൻ ആണ് അല്ലേ? അതുപോലെ നോർത്തും സൗത്തും അട്രാക്ട് നടക്കുന്നു, സൗത്തും നോർത്തും അട്രാക്ട്. വ്യത്യസ്തമായ പോളുകൾ, ധ്രുവങ്ങൾ എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. ഒരേപോലത്തെ ലൈക്ക് ആയിട്ടുള്ള പോൾസ് എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുന്നു. സോ അതിലൂടെ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? യെസ്, ലൈക്ക് പോൾസ്, ഒരേപോലത്തെ ധ്രുവങ്ങൾ കാന്തങ്ങളിൽ എന്ത് ചെയ്യുന്നു? അവർ റിപ്പൽ ചെയ്യുന്നു. അതുപോലെ അൺലൈക്ക് പോൾസ്, ഒരേപോലത്തെ അല്ലാത്ത അവരെന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, അത് തന്നെ നമ്മൾ കണ്ടത്. സോ നമ്മുടെ ലാസ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ടോയ് നിങ്ങൾ നിർമ്മിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മാഗ്നറ്റിന്റെ ഈ ഒരു പവർ ഉണ്ടല്ലോ, അട്രാക്ഷൻ റിപ്പൾഷനും. സോ അതിന്റെ ഈ ഒരു സവിശേഷത ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു ടോയ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ടെക്സ്റ്റിലുള്ള കാര്യമാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോയ് നിങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കാം വീട്ടിലൊക്കെ അല്ലേ? സോ അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം, എങ്ങനെയാണ് നിങ്ങളത് ഉണ്ടാക്കിയെന്ന്. ഓക്കെ, ഇവിടെ ഫിഷ് ദാറ്റ് സ്വിം ടുവേഴ്സ് ദ റൈസ് ഗ്രെയിൻസ്, അതായത് ഒരു മീന് റൈസ് ഗ്രെയിൻ അരിമണികൾ ഇടുമ്പോൾ അതിൻ്റെ അടുത്തിട്ട് എങ്ങനെയാണ് മീൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളൊന്ന് വായിക്കുക. തെർമോക്കോളിൽ നമ്മൾ ഫിഷിന്റെ ഫോം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിലൊരു ബാർ മാഗ്നറ്റ് ഒട്ടിക്കണം അതിന്റെ ബോട്ടമിൽ, അതിന്റെ അടിയിൽ. എന്നിട്ട് അത് വെള്ളത്തിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ വേറൊരു തെർമോക്കോളിന്റെ പീസ് എടുത്തിട്ട് എന്ത് ചെയ്യണം? അതിലും നിങ്ങളൊരു മാഗ്നറ്റ് ഒട്ടിക്കണം. എന്നിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ എന്ത് എഴുതണം? റൈസ് ഗ്രെയിൻ എന്ന് എഴുതണം. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടും അടുത്ത് വരുമ്പോൾ അവരുടെ അൺലൈക്ക് പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും? ഫിഷ് എന്തിനെ പിടിക്കും? റൈസ് ഗ്രെയിനെ പിടിക്കും അല്ലേ? സോ അത്രയേ ഉള്ളൂ ആ ഒരു എക്സ്പെരിമെന്റ്. ഓക്കെ, സോ ഇതിലൂടെ നമ്മുടെ ഈ ഒരു ലേണിംഗ് എക്സലൻസ് റെക്കോർഡ് ബേസിക്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഓൾറെഡി ഞാൻ സോഷ്യൽ സയൻസിന്റെ ഫുൾ ലേണിംഗ് എക്സലൻസ് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. മാത്സിന്റെയും ഒറ്റ വീഡിയോ ആയിട്ട്, ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ രണ്ടായിട്ട് ചെയ്തത്. സോ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ എന്നെ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്ത് അറിയിക്കുക. So see you in the next video. Till then, bye. Thank you. God bless you.